വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സിറ്റി എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. അധ്യായം 491. തിരസ്കാരങ്ങളെ പോസിറ്റീവാക്കി മുന്നേറാൻ തയ്യാറാവുക. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവഗണനയും വിമർശനവും നിരാകരണവും നേരിടേണ്ടി വരാത്തവർ വിരളമായിരിക്കും. തിരസ്കരിക്കപ്പെടുമ്പോൾ വിഷമം തോന്നുക സ്വാഭാവികമാണ്. ആ വിഷമാവസ്ഥയിൽ തുടരാതെ തിരസ്കാരത്തെ സ്വയം വിലയിരുത്താനും നവീകരിക്കാനുമുള്ള ആർജവം കാണിക്കുന്നവർ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുകയും വിജയം സ്വായത്തമാക്കുകയും ചെയ്യും. ഏത് പ്രതിസന്ധിയിലും പോസിറ്റീവ് മനോഭാവത്തോടെ തിരസ്കാരത്തെ വളർച്ചയുടെ പടവുകളാക്കി മാറ്റാനാകും. വളരെ പെട്ടെന്ന് തന്നെ മനസ്സിനെ ശാക്തീകരിച്ച് പൂർവാധികം ശക്തിയോടെ സ്വയം മെച്ചപ്പെടുത്തലിനും സ്ഥിരോത്സാഹത്തോടെയുള്ള പരിശ്രമങ്ങൾക്കും മുതിരുമ്പോൾ വിസ്മയകരമായ വിജയങ്ങൾ സാക്ഷാത്കരിക്കാനാകും. ഏറെ പ്രതീക്ഷ വെച്ച രംഗങ്ങളിൽ തിരസ്കരിക്കപ്പെടുമ്പോൾ ചിലർ ആ തിരസ്കാരങ്ങളിൽ തളർന്നു പോകും. എന്നാൽ മറ്റു ചിലർ അതിനെ പോസിറ്റീവ് വെല്ലുവിളിയായി കണ്ട് കൂടുതൽ ഊർജിതമായ പരിശ്രമങ്ങളിലൂടെ വിജയപഥത്തിലേറും. ഇതിൽ ഏത് വേണമെന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. ഒരു വ്യക്തിയെ ആരെങ്കിലും താഴ്ത്തിക്കാണിക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ കഴിവുകളുടെ അവസാന വാക്കോ വിലയിരുത്തലോ അല്ല, മറിച്ച് സ്വയം തെളിയിക്കാനുള്ള ഒരു അവസരമാണ്. തിരസ്കാരങ്ങളെ മനസ്സിൽ വേദനയായി സൂക്ഷിക്കാതെ എനിക്ക് കൂടുതൽ മെച്ചപ്പെടണം എന്ന ചിന്തയോടെ മുന്നോട്ട് പോകുമ്പോൾ അത് ജീവിതം തന്നെ മാറ്റിമറിക്കും. വിമർശനങ്ങൾ ചിലപ്പോൾ നമ്മുടെ കുറവുകൾ തിരിച്ചറിയാൻ സഹായിക്കും. നിരാകരണങ്ങൾ കൂടുതൽ ശക്തമായ തയ്യാറെടുപ്പിലേക്ക് നയിക്കും. ജീവിതത്തിലെ പല മഹാന്മാരും ആദ്യം അവഗണിക്കപ്പെട്ടവരാണ്. പക്ഷേ അവർ ആ അനുഭവങ്ങളെ ആത്മവിശ്വാസത്തിന്റെയും വളർച്ചയുടെയും ഇന്ധനമാക്കി മാറ്റിയാണ് വിജയപഥത്തിൽ മുന്നേറിയത്. അതിനാൽ തിരസ്കാരങ്ങളെ ശാപമായി കാണാതെ വളർച്ചയുടെ പടവുകളായി കാണുക. മനസ്സിനെ തളർത്താതെ ആത്മവിശ്വാസത്തോടെ മുന്നേറുക. ഒരു ദിവസം അതേ തിരസ്കാരങ്ങൾ തന്നെ നിങ്ങളുടെ വിജയത്തിന്റെ കഥ പറയുന്ന തെളിവുകളാകും. ആശയവിനിമയത്തിന്റെ ഏറ്റവും പ്രധാന പ്ലാറ്റ്ഫോമുകളിലൊന്നായ വാട്സപ്പിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വായിച്ച ഒരു കുറിപ്പാണ് ഇക്കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചിന്തയിലേക്ക് കൊണ്ടുവന്നത്. ഒരിക്കൽ നിങ്ങളെ തിരസ്കരിച്ചവർക്ക് തന്നെ നിങ്ങളെ 1,15,000 കോടി രൂപയ്ക്ക് വിലയ്ക്ക് വാങ്ങേണ്ടി വന്നാലോ? കേൾക്കുമ്പോൾ ഒരു സിനിമാ കഥ പോലെ തോന്നാം. പക്ഷേ സിലിക്കൺ വാലിയയിലെ ഏറ്റവും വലിയ പ്രതികാരത്തിന്റെ അല്ലെങ്കിൽ ഏറ്റവും വലിയ വിജയത്തിന്റെ യഥാർത്ഥ ചരിത്രമാണിത്. ഇന്ന് നമ്മൾ ഓരോ മിനിറ്റിലും ഉപയോഗിക്കുന്ന വാട്സപ്പിന്റെ ജനനം ഒരു വലിയ നോ പറയലിൽ നിന്നായിരുന്നു. ഫേസ്ബുക്കും ട്വിറ്ററും തള്ളിക്കളഞ്ഞ ഒരാൾ എങ്ങനെയാണ് അതേ കമ്പനികളെ കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഡീൽ നടത്തിയത്? ആ വിസ്മയിപ്പിക്കുന്ന കഥ ഇങ്ങനെയാണ്. 2009 ഒരു സാധാരണ ദിവസം ബ്രയാൻ ആക്ടൺ എന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ തന്റെ കരിയറിലെ വലിയൊരു വഴിത്തിരിവിലായിരുന്നു. അദ്ദേഹം ആദ്യം ട്വിറ്ററിൽ ഒരു ജോലിക്കായി അപേക്ഷിച്ചു. പക്ഷേ അവർ അദ്ദേഹത്തെ നിരസിച്ചു. നിരാശനാകാതെ അദ്ദേഹം ഫേസ്ബുക്കിന്റെ പടിവാതിൽക്കലെത്തി. എന്നാൽ അവിടെയും വിധി മറ്റൊന്നായിരുന്നില്ല. ഫേസ്ബുക്കും അദ്ദേഹത്തിന് ജോലി നൽകാൻ തയ്യാറായില്ല. സാധാരണക്കാരനാണെങ്കിൽ ഒരുപക്ഷെ തകർന്നു പോയേക്കാവുന്ന ആ നിമിഷം ബ്രയാൻ നേരിട്ടത് വളരെ പോസിറ്റീവായാണ്. ഫേസ്ബുക്ക് എന്നെ നിരസിച്ചിരിക്കുന്നു, ജീവിതത്തിലെ അടുത്ത സാഹസികതയ്ക്കായി കാത്തിരിക്കുന്നു എന്നായിരുന്നു അന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചത്. ജോലി കിട്ടാത്തതിന്റെ വിഷമത്തിലിരിക്കുകയല്ല അദ്ദേഹം ചെയ്തത്. തന്റെ സുഹൃത്തായ ജാൻ കൂമുമായി ചേർന്ന് അദ്ദേഹം പുതിയൊരു ഐഡിയയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. സ്മാർട്ട് ഫോണുകളുടെ കാലം വരാനിരിക്കുന്നതേയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ അവർ ആളുകൾക്ക് വളരെ ലളിതമായി സന്ദേശങ്ങൾ അയക്കാൻ കഴിയുന്ന ഒരു ആപ്പ് നിർമ്മിച്ചു. അതായിരുന്നു വാട്സപ്പ്. പരസ്യങ്ങളില്ലാത്ത ലളിതമായ ആ ആപ്പ് വളരെ വേഗത്തിൽ ലോകം മുഴുവൻ തരംഗമായി മാറി. കാലം കാത്തുവെച്ച കാവ്യനീതി 5 വർഷത്തിനു ശേഷം സംഭവിച്ചു. 2014 ബ്രയാൻ ആക്ടണിനെ ജോലിക്കെടുക്കാൻ വിസമ്മതിച്ച അതേ ഫേസ്ബുക്ക് വാട്സപ്പിന്റെ വളർച്ച കണ്ട് ഞെട്ടി. ഒടുവിൽ $19 ബില്യൺ, ഏകദേശം 1,15,000 കോടി രൂപ നൽകി വാട്സപ്പിനെ സ്വന്തമാക്കാൻ ഫേസ്ബുക്ക് നിർബന്ധിതനായി. അന്ന് ആ ജോലി നൽകിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരു ശമ്പളക്കാരനായി ഒതുങ്ങിപ്പോകുമായിരുന്ന ബ്രയാൻ ആ ഒരൊറ്റ തിരസ്കരണത്തിലൂടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ഡീലുകളിൽ ഒന്നിലെ നായകനായി മാറി. വളരെ പ്രസക്തമായ പാഠങ്ങളാണ് ഈ സംഭവം നമുക്ക് പകർന്നു തരുന്നത്. ജീവിതത്തിലും കരിയറിലുമൊക്കെ തിരസ്കാരങ്ങൾ സ്വാഭാവികമാകാം. അവിടെയൊന്നും നിരാശപ്പെട്ട് കരഞ്ഞ് ജീവിതം തീർക്കാതെ വർദ്ധിത വീര്യത്തോടെ അതിജീവിക്കാനുള്ള ആർജവവും തന്റേടവുമാണ് വിജയപഥത്തിലെത്തിക്കുക. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 0097455262575 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും.
ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.